ധാക്കയും ഇസ്ലാമാബാദും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. ആര്, എവിടെ, എങ്ങനെ എന്നൊക്കെ അവരുടെ മാത്രം തീരുമാനവും. നമ്മുടെ അയൽ രാജ്യത്ത് നടന്നതൊക്കെ അമേരിക്കയുടെ ചില പദ്ധതികളാണ്. ഇനി അടുത്ത അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയാണോ? നമുക്ക് പരിശോധിക്കാം. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും സംഭവിച്ചതൊക്കെ ആസൂത്രിതമാണ്. എല്ലാം അമേരിക്കയുടെ പദ്ധതിയാണ്. ആര് എവിടെ ഭരിക്കണം, ആര് ഭരിക്കരുതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ മറ്റാരുമല്ല, അമേരിക്കയാണ്. അമേരിക്ക ഭരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ആണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ വളർച്ചയുടെ അപകട സാധ്യത മനസ്സിലാക്കി തന്നെയാകാം ഇത്രയും കാര്യങ്ങളിൽ അമേരിക്ക അതീവ ജാഗ്രത പാലിക്കുന്നത്. രണ്ട് സംഭവങ്ങൾ, അതും അടുത്ത കാലത്തായി നടന്ന രണ്ട് സംഭവങ്ങളും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യങ്ങളിൽ സംഭവിച്ചതൊന്നും യാദൃശ്ചികമല്ല, അതെല്ലാം തന്നെ കരുതിക്കൂട്ടി നടപ്പിലാക്കിയതാണ്. അത് മറ്റാരുമല്ല, ലോക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക തന്നെയാണ്. 2024 കടന്നുപോയിരിക്കുകയാണ്. 2025 നമ്മൾ കാലെടുത്ത് വെക്കുന്നു. എന്നാൽ നമ്മുടെ അയൽരാജ്യങ്ങളിൽ സംഭവിച്ച രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയം മാറി വരുന്നു. ട്രംപ് വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്നു. ജോ ബൈഡൻ തിരികൊളുത്തിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വവുമായാണ് ട്രംപിന്റെ രണ്ടാം ഊഴം. രണ്ട് യുദ്ധങ്ങൾ നടക്കുന്നു, പല രാജ്യങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ. അമേരിക്ക എന്ന കേന്ദ്രബിന്ദുവിന് ചുറ്റും കറങ്ങുന്ന രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ത് മാറ്റമാണ് ട്രംപ് വരുത്തുക എന്നതാണ് ഇനി കാണേണ്ടത്. ഇനി പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളെ നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്താം. ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി വിപ്ലവത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇടക്കാല സർക്കാർ നിലവിൽ വന്നത് 2 വർഷം മുൻപ് പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി ഷഹബാസ് ഷെരീഫ് സർക്കാർ അധികാരമേറ്റതും തമ്മിൽ ഒന്ന് ഒത്തുനോക്കിക്കേ. ഒരുപാട് സമാനതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ചാര സംഘടനയായ CIA ആയിരിക്കാമെന്ന ഒരു ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഇരിക്കാത്തതുകൊണ്ടാകണം അനുസരണയില്ലാത്ത കുട്ടികളെ ക്ലാസ്സിൽ നിന്നും എഴുന്നേൽപ്പിച്ച് പുറത്തു നിർത്താറില്ലേ, അങ്ങനെ ഒരു ഗതിയിലേക്ക് ഷെയ്ഖ് ഹസീനയും അതുപോലെ തന്നെ ഇമ്രാൻഖാനും എത്തപ്പെട്ടത്. നല്ല അനുസരണാശീലമുള്ള കുട്ടികൾക്ക് അവിടെ സ്ഥാനം നൽകുകയും ചെയ്തു. പ്രൊഫസർ മുഹമ്മദ് യൂനസ് തലവനായ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേറ്റ ശേഷം ഇന്ത്യയിൽ വെച്ച് ഷെയ്ഖ് ഹസീന പറഞ്ഞത് തന്റെ പുറത്താകലിന് പിന്നിൽ അമേരിക്കയ്ക്ക് കൈയുണ്ടെന്ന് തന്നെയാണ്. നാവിക താവളം ഉണ്ടാക്കാൻ ബംഗാൾ ഉൾക്കടലിലെ സെന്റ് മാർട്ടിനസ് ദ്വീപ് വിട്ടുകിട്ടണമെന്ന ആവശ്യവും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്ത് മണിപ്പൂർ, മിസോറാം, ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിന്റെയും ചില ഭാഗങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയും ചെവിക്കൊള്ളാത്തതിനാലാണ് തനിക്കെതിരായ പ്രക്ഷോഭത്തിന് അമേരിക്ക ഇന്ധനം പകർന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. ഹസീനയ്ക്ക് സമാനമായ ആരോപണം ഇമ്രാൻഖാനും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ കഷ്ടകാലത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും ആരും ചെവിക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കണം. കടുത്ത ക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും വീർപ്പുമുട്ടിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിൽക്കുന്ന പാകിസ്ഥാനിൽ തന്റെ ഭരണം അട്ടിമറിക്കാനും തന്നെ തന്നെ നശിപ്പിക്കാനും അമേരിക്കയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണല്ലേ. 2022 ഏപ്രിലിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഇമ്രാൻഖാൻ അതിനു മുൻപ് തന്നെ അമേരിക്കയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടുമുണ്ടായിരുന്നു. ട്രംപ് അധികാരത്തിലിരിക്കുന്ന കാലത്താണ് ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ ഭരണ ചുമതല ഏറ്റെടുക്കുന്നത്. ഇന്ത്യയുമായും അതുപോലെ പാകിസ്ഥാനുമായും മികച്ച ബന്ധത്തിലായിരുന്നു അന്ന് US. സർവോപരി ഇമ്രാൻഖാനും ട്രംപും നല്ല സുഹൃത്തുക്കളുമാണ്. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയതും. അപ്പോൾ തന്നെ അമേരിക്കയുടെ സപ്പോർട്ട് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം പാകിസ്ഥാൻ പട്ടാളവുമായി മികച്ച ബന്ധം പുലർത്തുന്നവരാണ് അമേരിക്ക. എന്നാൽ ട്രംപ് ഇറങ്ങിയതോടെ ഖാന്റെയും കാലം അവസാനിച്ചു. അധികാരത്തിലെത്തിയ ശേഷം ഇമ്രാൻഖാൻ ചില സ്വതന്ത്ര നിലപാടുകൾക്ക് മുതിർന്നത് അമേരിക്കയുടെ അപ്രീതിക്ക് കാരണമായി. അവിടെ എടുത്തു പറയേണ്ടത് പാകിസ്ഥാനും ചൈനയും റഷ്യയുമായുള്ള അടുത്ത ബന്ധമുണ്ടാക്കാനുള്ള ശ്രമമാണ്. അത് അമേരിക്കയ്ക്ക് അത്ര ദഹിച്ചില്ല. ഒരിക്കലും അമേരിക്ക ശരിവെക്കാത്തവരുമായി അമേരിക്കയുടെ ആശ്രിതരായ രാജ്യം ബന്ധം സ്ഥാപിച്ചാലോ പോയില്ലേ കാര്യങ്ങൾ. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഇമ്രാൻഖാൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ നിന്നും പാകിസ്ഥാനെ തടയുന്നത് അമേരിക്കയാണെന്ന്. അമേരിക്കയ്ക്കെതിരെ നടത്തിയ ചില പ്രസ്താവനകൾ അകൽച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ വാഷിംഗ്ടണും IMFും സഹായിക്കാത്തത് ഇമ്രാനെ ചൊടിപ്പിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ യുദ്ധത്തിൽ പൊരുതിയതും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതും തങ്ങളാണെന്ന് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ആകെ ഒരു ഇഷ്ടക്കേടുള്ള കാലത്ത് ഇമ്രാൻഖാൻ പോയി ആ കാര്യം അങ്ങ് ചെയ്തു. 2022 ഫെബ്രുവരിയിലാണത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏത് സമയത്തും യുദ്ധം പ്രതീക്ഷിച്ചിരുന്ന കാലഘട്ടം. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇമ്രാൻഖാൻ ഉള്ളത് റഷ്യയുടെ മണ്ണിലാകട്ടെ.
വ്ളാഡിമിർ പുടിൻ ഉക്രൈനുമായി യുദ്ധം പ്രഖ്യാപിക്കുന്ന ദിവസം, അതായത് 2022 ഫെബ്രുവരി 22-ന് ഇമ്രാൻഖാൻ മോസ്കോയിലായിരുന്നു. യുദ്ധത്തെ പിന്തുണയ്ക്കാത്ത നിലപാടുകാരനായിരുന്നിട്ടുകൂടി പാശ്ചാത്യ ശക്തികളുടെ, പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിന് മുന്നിൽ ഇമ്രാൻഖാൻ തെറ്റുകാരനായി. പാശ്ചാത്യ അനുകൂല നിലപാട് വേണമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് ഇമ്രാൻ വഴങ്ങിയില്ല. അടുത്ത മാർച്ച് 6-ന് വടക്കൻ പാകിസ്ഥാനിൽ നടന്ന മഹാറാലിയിൽ ഇതൊക്കെ അദ്ദേഹം ജനങ്ങളോട് പറയുകയും ചെയ്തു. ഉക്രൈൻ യുദ്ധത്തിൽ നിഷ്പക്ഷ നിലപാട് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് ഖാന്റെ പോക്ക് തീരെ ഇഷ്ടമായില്ല. പിറ്റേന്ന് പാകിസ്ഥാന്റെ അമേരിക്കയിലെ അംബാസിഡറായ അസദ് മജീദ് ഖാനുമായി സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലു കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത വന്നു. അതിന്റെ വിവരങ്ങൾ മജീദ് ഖാൻ രഹസ്യരേഖയായി നാട്ടിലേക്ക് അയച്ചു. അതിലെ വിവരങ്ങൾ പിന്നീട് പാക് സൈന്യത്തിലെ ആരോ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖയുടെ വിവരം പരസ്യമാക്കിയത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് അവകാശപ്പെട്ട പാക് സർക്കാർ അതിനും ഇമ്രാനെതിരെ കേസെടുത്തു. ചാരവൃത്തിയാണ് ആരോപിക്കപ്പെട്ട മറ്റൊരു കുറ്റം. ചില പൊതുയോഗങ്ങളിൽ അദ്ദേഹം ആ രേഖ ഉയർത്തിക്കാട്ടി തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായും രാജ്യത്തിന്റെ വിദേശ നയത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും ആരോപിച്ചിട്ടുമുണ്ട്. ഖാന്റെ റഷ്യൻ സന്ദർശനം അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമായി കാണുന്നുവെന്നും അവിശ്വാസത്തിൽ അദ്ദേഹം തോറ്റാൽ രാജ്യത്തിന് പ്രശ്നമില്ലെന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഡൊണാൾഡ് ലു പറഞ്ഞെന്ന് രേഖയിൽ ഇമ്രാന്റെ അട്ടിമറിയിൽ പങ്കില്ലെന്ന് അമേരിക്ക വാദിച്ചിരുന്നെങ്കിലും 2022 ഏപ്രിൽ അവിശ്വാസത്തിലേക്ക് വഴിവെച്ച പ്രക്ഷോഭങ്ങളുടെ ശൈലിക്ക് പിന്നീട് ധാക്കയിൽ കണ്ട സമരത്തോട് സാമ്യമുണ്ടായിരുന്നു. എന്തായാലും 2023 ആഗസ്റ്റ് 5-ന് ഒരു നിസ്സാര അഴിമതി കേസിൽ ഇമ്രാൻ ജയിലിലായി. 3 വർഷത്തെ തടവ് ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും അദ്ദേഹം ജയിലിൽ തുടരുകയാണ്. ട്രംപിന്റെ വരവോടെ ഇമ്രാൻഖാന് മോചനം ലഭിക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കും സംഭവിച്ചത്. 1996 മുതൽ 2001 വരെയും പിന്നീട് 2009 മുതൽ തുടർച്ചയായും അധികാരത്തിലിരുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയായി അവർ മാറി. ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി. പക്ഷേ സർക്കാർ വിരുദ്ധ വികാരം രൂക്ഷമായിരുന്നു ബംഗ്ലാദേശിൽ. പിന്നാലെ ഉണ്ടായ സംവരണ വിരുദ്ധ പ്രതിഷേധം അക്രമാസക്തമായി. സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ 300ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. 2024 ജനുവരിയിലാണ് ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഏകപക്ഷീയമായിരുന്നു ബംഗ്ലാദേശിൽ നടന്ന ആ തെരഞ്ഞെടുപ്പ്. വിശ്വാസ്യതയില്ലെന്ന് പറഞ്ഞ് പ്രധാന പ്രതിപക്ഷ കക്ഷികളായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. അതോടെ വോട്ടെടുപ്പ് നടന്ന 299 മണ്ഡലങ്ങളിൽ 223-ലും ഭരണകക്ഷിയായി അവാമി ലീഗ് വിജയിച്ചു. ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന തുടർച്ചയായി 4-മതും പ്രധാനമന്ത്രിയാകുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ഇത് 5-ാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുന്നത്. 1996-ലായിരുന്നു ആദ്യത്തെ ഊഴം. 2001-ൽ അധികാരം നഷ്ടമായെങ്കിലും 2009-ൽ പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തി. പിന്നീട് അവർ തോറ്റിട്ടില്ല. അനുയായികൾക്ക് അവർ ഉരുക്ക് വനിതയാണ്. ബംഗ്ലാദേശിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച പ്രധാനമന്ത്രി. പക്ഷേ വിമർശകർക്ക് അവർ ഏകാധിപതിയാണ്, എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരി. അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വികാരം ബംഗ്ലാദേശിൽ വ്യാപകമായത്. ഒടുവിലാണ് പടിയിറക്കം. അപ്പോഴും ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് നമ്മുടെ ഇന്ത്യയാണ്. ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകാൻ അമേരിക്കയും UK-യും അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ തയ്യാറാകാത്തതും സംശയങ്ങൾക്ക് ഇട നൽകി. സാമ്പത്തിക കുറ്റവാളികൾക്കും ക്രൂരതയുടെ പര്യായമായിരുന്ന ഏകാധിപതികൾക്കും കംബോഡിയയിലെ പോൾപോട്ടിനും ചിലിയിലെ പിനാഷോയ്ക്കും ഹെയ്ത്തിയിലെ ഡുവാലിയന്മാർക്കും ദക്ഷിണാഫ്രിക്കയിലെ ബോത്തയ്ക്കും അതുപോലെ നിരവധി പേർക്ക് അഭയം കൊടുത്ത അമേരിക്ക ഹസീനയുടെ കാര്യത്തിൽ മറ്റൊരു വിധി നടപ്പിലാക്കി. ഏതാനും വർഷം മുമ്പ് തന്നെ ലോകരാജ്യങ്ങൾ അതിവേഗത്തിലുള്ള വികസനത്തിന്റെ മാതൃകയായി ഉയർത്തിക്കാട്ടിയ രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു ഹസീന എന്ന ഓർമ്മ പോലും അവർ കാണിച്ചില്ല. 2 നേതാക്കളെയും പുറത്താക്കി പകരം നിയമിക്കപ്പെട്ടവരാകട്ടെ അമേരിക്കയുടെ പ്രിയപ്പെട്ടവരുമാണ്. ട്രംപിന്റെ വരവിൽ ഈ മേഖലയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് കണ്ടറിയേണ്ടത്. ധാക്കയിലും ഇസ്ലാമാബാദിലും ആര് വാഴണമെന്ന് തീരുമാനിക്കുന്നത് ശരിക്കും അമേരിക്ക തന്നെയാണല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.